രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം കോൺഗ്രസിനെ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. പോളിംഗ് പൂർത്തിയായതിന് പിന്നാലെ ശക്തമായ UDF തരംഗമാഞ്ഞടിക്കാൻ പോവുകയാണ് എന്ന റിപ്പോർട്ടുകൾക്ക് ഇടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കോൺഗ്രസിലേക്ക് മടങ്ങും. ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി കോൺഗ്രസിന് വേണ്ടി മാങ്കൂട്ടത്തിൽ ഇറങ്ങിയില്ല എങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച പോസ്റ്റുകൾക്ക് ലഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചതിനേക്കാൾ റീച്ചാണ്. ഇന്നും കോൺഗ്രസ് അണികൾക്ക് ഇടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സ്വാധീനമാണ് അത് തെളിയിക്കുന്നത്. ഇനി രാഹുലിന്റെ തിരിച്ചുവരവിനാണ് അണികൾ കാത്തിരിക്കുന്നത്. കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള അനുകൂല പരാമർശങ്ങൾ കേസിനെ ദുർബലമാക്കിയിട്ടുണ്ട്. കോടതിയിൽ തെളിവുകളുടെ അപര്യാപ്തത കേസ് തള്ളുന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സാഹചര്യത്തിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് മടങ്ങും എന്നത് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ചെടുക്കുന്ന കാര്യം കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി പറഞ്ഞു. രാഹുലിനെ പുറത്താക്കിയ ഘടകത്തിലും തിരിച്ചെടുക്കേണ്ട ഘടകത്തിലും താനില്ല. വ്യക്തിപരമായ താല്പര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള റോൾ ഇല്ലെന്നും അബിൻ വർക്കി വ്യക്തമാക്കിയിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബർ 4-നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. പിന്നാലെ ജാമ്യാപേക്ഷയുമായി പലകുറി കേസ് കോടതിയുടെ മുന്നിലെത്തിയപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിന് അനുകൂലമായ പരാമർശങ്ങളാണ് കോടതിയിൽ നിന്നുണ്ടായത്. രണ്ടു കൂട്ടരും സമ്മതത്തോടെ പുലർത്തിയിരുന്ന ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നാണ് കോടതി ചോദിച്ചത്. കോൺഗ്രസിലെ ചില വനിതാ നേതാക്കളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. പിന്നീട് ഒരാൾ മറ്റൊരാളുടെ ശത്രുവാകുമ്പോൾ ചെയ്തതെല്ലാം കുറ്റകൃത്യങ്ങളായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ സംഭവിച്ചത് ഇത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇക്കാര്യം ഹൈക്കോടതിയിലും അടിവരയിട്ട് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സർവതന്ത്ര സ്വതന്ത്രനാവുകയാണ്. രാഹുൽ വിഷയത്തിൽ പൊട്ടിത്തെറിച്ചാണ് മാസങ്ങൾക്ക് മുന്നേ കോടതി പ്രതികരിച്ചത്. അവിവാഹിതനായ ഒരാൾക്ക് ഒന്നിലധികം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിയമപരമായി എന്താണ് തെറ്റുള്ളത് എന്ന് കേരള ഹൈക്കോടതി ചോദിക്കുമ്പോൾ ഇത്രയും നാൾ ജയിലറയ്ക്കുള്ളിൽ അകപ്പെട്ട രാഹുലിന് നീതിയുടെ കിരണം നീതിപീഠം വെച്ച് നീട്ടുന്നുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ അപ്പീൽ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ പരാമർശം വന്നത്. രാഹുലിന് മാത്രമല്ല, സ്ത്രീകളുടെ കള്ളപ്പരാതിയിൽ എന്നേക്കുമായി ഉള്ളറകളിൽ തള്ളപ്പെട്ട നൂറുകണക്കിന് ആളുകൾക്കും വിധി ആശ്വാസകരമാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിവാഹിതനാണെന്നും ഉഭയസമ്മത പ്രകാരം അയാൾക്ക് എത്ര ബന്ധങ്ങളും ഉണ്ടാകാം, അതിലെന്താണ് തെറ്റ് എന്നും കോടതി ചോദിക്കുമ്പോൾ ഇനി ഈ കേസിലെ നിയമ നടപടികൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. രാഹുലിനെ രാഷ്ട്രീയപരമായി അവസാനിപ്പിക്കാനുള്ള പിണറായി വിജയന്റെ പോലീസിന് കിട്ടിയ കനത്ത അടിയാണ് ഈ ഇടപെടലെന്നും കാണാൻ സാധിക്കും. ഈ സാഹചര്യത്തിലാണ് രാഹുൽ കോൺഗ്രസിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതകൾ കാണുന്നത്. മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുമ്പോൾ UDF തരംഗം ആഘോഷിക്കുവാൻ രാഹുൽ കോൺഗ്രസിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇവിടെ ഹൈക്കോടതി പോലും രാഹുലിന്റെ നിരപരാധിത്വം അടിവരയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും വൈകിപ്പിക്കാതെ തീരുമാനമെടുക്കാമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. മികച്ച അഭിഭാഷകരെ ഇറക്കി കേസ് അതിവേഗം പൂർത്തിയാക്കുവാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ UDF സർക്കാരിന്റെ നിർണായക റോളിൽ ഇടം പിടിക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഔദ്യോഗിക പദവികളൊന്നും രാഹുലിനില്ല. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ MLA സ്ഥാനവും രാജിവെക്കും. എന്തായാലും രാഹുൽ മാങ്കൂട്ടം കേസിൽ കോടതിയിൽ നിന്നുള്ള അനുകൂല വിധിക്ക് മുൻപ് തന്നെ ചില നല്ല വാർത്തകൾ പാർട്ടിയിൽ നിന്നുണ്ടാകും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്.